പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ടെക്നോളജികളാണ് പഠിക്കുന്നത്. അതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് പ്യൂരിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ലാർജ് സ്കെയിൽ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ ഉണ്ട്, സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലാർജ് സ്കെയിൽ, വലിയ തോതിലുള്ള ജലസംഭരണികൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ എങ്ങനെയാണ് അണുനശീകരണം ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഓൺ എ ലാർജ് സ്കെയിൽ. എന്താണ് ഈ പ്യൂരിഫിക്കേഷൻ കൊണ്ടുള്ള പർപ്പസ്? എന്താണ്? നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനെ അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇതാണ് ഈ പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് വാട്ടർ ദാറ്റ് സേഫ് ആൻഡ് ഹോൾസം. വെള്ളത്തിനെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കുക. അതാണ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ലാർജ് സ്കെയിൽ പ്യൂരിഫിക്കേഷനിൽ ആ ടെക്നിക്കിൽ എന്തൊക്കെ ആ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് വരുന്നത് സ്റ്റോറേജ് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റോറേജ് വഴി എങ്ങനെയാണ് ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അത് നമ്മൾ പഠിക്കും. പിന്നെ ഫിൽട്രേഷൻ വരുന്നുണ്ട്. ഫിൽട്രേഷൻ വഴി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫിൽട്രേഷനുകളാണ് പഠിക്കാനുള്ളത്, നമുക്ക് അതിൻ്റെ മെത്തേഡുകൾ എന്താണെന്ന് പഠിക്കും. അതുപോലെ അവസാനം ഡിസിൻഫെക്ഷൻ വഴി എങ്ങനെയാണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്, ഈ ലാർജ് സ്കെയിൽ വാട്ടർ എങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലാണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോയിൻ്റ് വൈസായിട്ട് തന്നെ പോവാം. ഫസ്റ്റ് പോയിൻ്റ്, നമുക്ക് സ്റ്റോറേജ് വഴി എങ്ങനെയാണ് നമുക്ക് ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് സ്റ്റോറേജ് വഴി എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ സ്റ്റോറേജിലേക്ക് വരുന്നു. അപ്പം ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ ആണെന്ന് പറയും. ഓക്കെ, അത് എങ്ങനെയാണ് അത് ഒരു നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ ആവുന്നത്? അതിൻ്റെ ആ ഒരു 3 പോയിൻ്റുകളുണ്ട്. ആ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് വരുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫിസിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്ന് നോക്കാം. ഫിസിക്കലി സ്റ്റോറേജ് വഴി ഫിസിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെയാണ് വെള്ളത്തിൽ, ആ വലിയ ജലസ്രോതസ്സിൽ എന്തൊക്കെയാണ് ഈ സ്റ്റോറേജിൽ നമുക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ എബൌട്ട് 90% ഓഫ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് സെറ്റിൽ ഡൗൺ ഇൻ 24 hours ബൈ ഗ്രാവിറ്റി. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ തോതിലുള്ള ജലം സ്റ്റോർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 90% അതിൽ അടങ്ങിയിരിക്കുന്ന സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. അതിന് ഇപ്പം വലിയ ജലസ്രോതസ്സിൽ നിന്നൊക്കെ ഈ വെള്ളം നമ്മൾ ഈ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റോറേജിലേക്ക് എത്തിക്കുക, സ്റ്റോറേജ് ടാങ്കിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലേ, മാലിന്യങ്ങൾ ഒരുപാടുണ്ടാവും. ഇതെല്ലാം ഗ്രാവിറ്റിയുടെ ഭൂഗുരുത്വത്തിൻ്റെ ഫലമായി 24 മണിക്കൂറിനകം ഇത് താഴേക്ക് സെറ്റിൽ ഡൗൺ ആവും, താഴേക്ക് അടിഞ്ഞുകൂടും. തന്മൂലം എന്തുണ്ടാവും? വാട്ടർ ബിക്കം ക്ലിയർ ആകും. വെള്ളം ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം താഴേക്ക് അടിഞ്ഞുകൂടിയാൽ വെള്ളം ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അതാണ് ഒരു ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. ഇനി കെമിക്കലായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിനകത്ത് വരുന്നത്? അതിലിങ്ങനെ പറയുന്നുണ്ട്, ദി എയറോബിക് ബാക്ടീരിയ ഓക്സിഡൈസ് ദി ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി വാട്ടർ വിത്ത് ദി എയ്ഡ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഓക്കെ, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഡിസോൾവ്ഡ് ഓക്സിജൻ ആ വെള്ളത്തിലുള്ള എയറോബിക് ബാക്ടീരിയ ഓക്സിഡൈസ് ചെയ്യും. എയറോബിക് ബാക്ടീരിയ ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനും ചേർന്നിട്ട് ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്റേഴ്സിനെ ഓക്സിഡൈസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇത് കണ്ടന്റ് ഓഫ് ഫ്രീ അമോണിയ ഈസ് റിഡ്യൂസ്ഡ് ആൻഡ് റൈസ് ഓഫ് നൈട്രേറ്റ് ഒക്കേഴ്സ്. ഫ്രീ അമോണിയ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്രീ അമോണിയ റിഡ്യൂസ് ചെയ്തിട്ട് അതിൽ നൈട്രേറ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കെമിക്കലായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എങ്ങനെയാണ്? നമുക്ക് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ സ്റ്റോറേജിൻ്റെ ഈ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് സർട്ടൻ കെമിക്കൽ ചേഞ്ചസ് ആൾസോ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് സ്റ്റോറേജ് എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നതാണ് അയറോബിക് ബാക്ടീരിയയാണ് അത് ചെയ്യുന്നത്. ഓക്സിഡൈസ് ദി ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി വാട്ടർ. അത്
എന്തിൻ്റെ സഹായത്തോടു കൂടി? വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒരു ഓക്സിഡേഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആസ് എ റിസൾട്ട് ദി കണ്ടൻറ്റ് ഓഫ് ഫ്രീ അമോണിയ ഈസ് റിഡ്യൂസ്ഡ്. ഫ്രീ അമോണിയ റിഡ്യൂസ് ആവും ആൻഡ് ദി റൈസ് ഇൻ നൈട്രേറ്റ്സ് ഒക്കേഴ്സ്. ഓക്കെ, അതാണ് കെമിക്കലായിട്ടുള്ള ചേഞ്ചുകൾ വരുന്നത് സ്റ്റോറേജിൻ്റെ സമയത്ത്. ഇനി ബയോളജിക്കലി എങ്ങനെയാണ് സ്റ്റോറേജിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ബയോളജിക്കലി എന്താ വരുന്നത്? പാത്തോജനിക് ഓർഗാനിസംസ് ഗ്രാജുവലി ഡൈഡ് ഔട്ട്. സ്റ്റോറേജ് സമയത്ത് ബയോളജിക്കലി ആയിട്ടുള്ള ഈ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം ഒരു ഏകദേശം ഒരു 90% ഒരു 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഒരു 90% പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം എല്ലാം ഡൈഡ് ഔട്ട്, ചത്തൊടുങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബയോളജിക്കലി ഇതിൻ്റെ ഒരു ഒപ്റ്റിമം പീരീഡ് പറയുന്നുണ്ട്. ദി ഒപ്റ്റിമം പീരീഡ് ഓഫ് സ്റ്റോറേജ് ഓഫ് റിവർ വാട്ടറിൻ്റെ ഒപ്റ്റിമം പീരീഡ് പറയുന്നത് 10 to 14 days ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒപ്റ്റിമം പീരീഡ് ഓഫ് സ്റ്റോറേജ് ഓഫ് റിവർ വാട്ടർ അത് 10 to 14 days ആണ്. 10 മുതൽ 14 ദിവസം വരെയാണ് ഒപ്റ്റിമം പീരീഡ് എന്ന് പറയുന്നത്. എബവ് ദി ഈ 10 മുതൽ 14 ദിവസത്തിന് മുകളിൽ സ്റ്റോറേജ് വരുമ്പോൾ, ഈ ലോങ് പീരീഡ് സ്റ്റോറേജ് വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് അതിനകത്ത് ചില ഡെവലപ്മെൻറ്റുകൾ കാണാൻ പറ്റും. വെള്ളത്തിനകത്ത് അല്ല വെജിറ്റബിൾ ഗ്രോത്ത് ഉണ്ടാവും, ആൽഗെ പോലത്തെ ഗ്രോത്തുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബാഡ് സ്മെല്ലുണ്ടാവും, കളർ ചേഞ്ച് ആവാം. ഇതൊക്കെ ബയോളജിക്കലായിട്ടും ഉണ്ടാവുന്നതാണ്. സ്റ്റോറേജിൻ്റെ ഒരു ഒപ്റ്റിമം പീരീഡ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പം സ്റ്റോറേജിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു? സ്റ്റോറേജ് വഴി നമ്മൾ അതിൽ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കി, കെമിക്കലായിട്ടുള്ളത് നോക്കി, ബയോളജിക്കലായിട്ടുള്ള എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, മാറ്റങ്ങൾ വരുന്നത് നമ്മൾ നോക്കി. ഇനി അടുത്ത ടെക്നിക്കാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സ്റ്റോറേജ് ചെയ്യണം, അതേപോലെ തന്നെ ഫിൽട്രേഷൻ ആണ് അടുത്ത ടെക്നിക്ക് വരുന്നത്. അപ്പോൾ ഫിൽട്രേഷനകത്ത് എന്തൊക്കെയാണ് ഫിൽട്രേഷനകത്ത് നടക്കുന്നത്? ഇത് സെക്കൻഡ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജായിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നത്. ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഫിൽട്രേഷൻ. അതിൽ തന്നെ ഈ ഫിൽട്രേഷൻ വഴി ഏകദേശം ഒരു 98 to 99% ഓഫ് ബാക്ടീരിയ ആർ റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ. നോട്ടിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 98 to 99 ഓഫ് ബാക്ടീരിയ ആർ റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ ആണ്. അപ്പം ഫിൽട്രേഷൻ്റെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഫിൽട്രേഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ 2 ടൈപ്പ് ഫിൽട്രേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ടൈപ്പ് ഫിൽറ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റിൽ വരുന്നത് സ്ലോ സാൻഡ് ഫിൽറ്റർ എന്ന് പറയും. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ബയോളജിക്കൽ ഫിൽറ്റർ എന്ന് പറയും. ഓക്കെ, രണ്ടാമത് വരുന്നത് മെക്കാനിക്കൽ ഫിൽറ്റർ എന്ന് പറയുന്ന റാപ്പിഡ് സാൻഡ് ഫിൽറ്ററാണ്. രണ്ടാമത് വരുന്നത് മെക്കാനിക്കൽ ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് സ്ലോ സാൻഡ് ഫിൽറ്ററാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫിൽറ്ററിൻ്റെ എലമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് അത് വർക്കാവുന്നത്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സ്ലോ സാൻഡ് ഫിൽറ്ററിലേക്ക് വരാം. ബയോളജിക്കൽ ഫിൽറ്റർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് 1804 സ്കോട്ട്ലാൻഡിലാണ് സ്ലോ സാൻഡ് ഫിൽറ്റർ ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതൊന്ന് ഓർത്ത് വെക്കണം. സ്കോട്ട്ലാൻഡിലാണ് ആദ്യമായിട്ട് സ്ലോ സാൻഡ് ഫിൽറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 1804. അതിനുശേഷം സബ്സിക്വൻ്റ്ലി ഇൻ ലണ്ടൻ, അതോടൊപ്പം തന്നെ ലണ്ടനിലും. ഓക്കെ, അപ്പം ഇനി നമുക്കതിൻ്റെ എലമെൻറ്റ്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് എലമെൻറ്റ്സുകളുള്ളത്? ആ സ്ലോ സാൻഡ് ഫിൽറ്ററിനകത്ത് എന്തൊക്കെ എലമെൻറ്റ്സുകളാണുള്ളത്? ഫസ്റ്റിൽ വരുന്നത് സൂപ്പർ നാറ്റൻ്റ് വാട്ടർ. അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ നാറ്റൻ്റ് വാട്ടർ ഉണ്ട്. സൂപ്പർ നാറ്റൻ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു സ്ഥിരമായിട്ട് അതിലേക്കൊരു വാട്ടർ ഫ്ലോ ഉണ്ടാവണം. നമ്മൾ വെള്ളമാണ് ശുദ്ധീകരിക്കാൻ വേണ്ടുന്ന വെള്ളം. നമ്മൾ സ്റ്റോറേജ് ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു സ്റ്റോറേജാണ്. ഈ സ്റ്റോറേജ് കഴിഞ്ഞിട്ടുള്ള ആ സ്റ്റോറേജിൽ നിന്നാണ് നമ്മൾ ഫിൽറ്ററിലേക്ക് വെള്ളം എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എ ബെഡ് ഓഫ് ഗ്രേഡഡ് സാൻഡ്. നമ്മൾ സാൻഡ് ബെഡ് പഠിക്കുന്നുണ്ട്. ആൻ അണ്ടർ ഡ്രൈനേജ് സിസ്റ്റം എലമെൻറ്റ്സുകളാണ്. അടുത്തത് സിസ്റ്റം ഓഫ് കൺട്രോൾ വാൾവ്സ്. ഈ 4 എലമെൻറ്റുകളാണ് സ്ലോ സാൻഡ് ഫിൽറ്ററിനുള്ളത്. കൃത്യമായിട്ടുള്ള 4 എലമെൻറ്റുകൾ: സൂപ്പർ നാറ്റൻ്റ് വാട്ടർ, അതുപോലെ തന്നെ സാൻഡ് ബെഡ്, പിന്നെ അത് കഴിഞ്ഞാൽ ഡ്രൈനേജ് സിസ്റ്റം, അത് കഴിഞ്ഞാൽ കൺട്രോൾ വാൾവുകൾ. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് ഈ ഇപ്പം സൂപ്പർ നാറ്റൻ്റ് വാട്ടറിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.